സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ കാത്ത കുടുംബം. മോചനം വൈകുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലിൽ കുടുംബം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. 18 വർഷമായി സൗദി ജയിലിൽ തടവിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്ന സാഹചര്യത്തിലാണ് കുടുംബം നയതന്ത്ര ഇടപെടലിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. വധശിക്ഷ റദ്ദാക്കിയിട്ട് 6 മാസം കഴിഞ്ഞിട്ടും മോചന ഉത്തരവ് നീളുകയാണ്. മോചന ഉത്തരവ് 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ പരിഗണിക്കൂ എന്നാണ് കുടുംബത്തിന് ഇന്നലെ അറിയിപ്പ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 21 ഇതേമാതിരി സിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നവംബർ 15 മാറ്റി വെച്ചു. അന്ന് ഞാനിത് പറഞ്ഞതാണ്, ഇതിങ്ങനെ അനന്തമായി നീണ്ടു പോവാണ്. അപ്പോൾ ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അവനെ മോചിപ്പിക്കാൻ, ഇതിൽ വേറെ കാരണങ്ങളൊന്നുമില്ല. അവർ കയ്യബദ്ധത്തിൽ അവൻ കുട്ടി മരിച്ചുപോയി. അവരാവശ്യപ്രകാരം 34 കോടി അവരാവശ്യപ്പെട്ടു, അത് കൊടുത്തും ചെയ്തു. പിന്നെ നിയമപരമായിട്ടൊന്നുമില്ല. 18 വർഷം ജയിലിലും കിടന്നു. പിന്നെ ഗവൺമെൻറ് പ്രൊസീജിയർ പ്രകാരം 5, 8, 10 വർഷമാണ് ഈ ഒരു കാരണത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടത്. അതും കഴിഞ്ഞ് 18 വർഷമായല്ലോ. പിന്നെ എന്തുകൊണ്ട് നീണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിന് കുടുംബത്തിന് ആശങ്കയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും ഇന്ത്യൻ എംബസിയുടെയും ഇടപെടൽ വധശിക്ഷ റദ്ദാക്കിയ നിയമ ഇടപെടലിൽ നിർണായകമായിരുന്നു. മോചനദ്രവ്യമായ 36.27 കോടി രൂപ സൗദി കോടതിക്ക് കൈമാറാനുള്ള നിയമ തടസ്സങ്ങൾ നീക്കാൻ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഇടപെടൽ സഹായകരമായിരുന്നു. നയതന്ത്ര തലത്തിൽ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ നീക്കങ്ങൾ വധശിക്ഷ റദ്ദാക്കാൻ നിർണായകമായ സാഹചര്യത്തിലാണ് കുടുംബം വീണ്ടും കേന്ദ്ര സർക്കാർ ഇടപെടലിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ജനം, കോഴിക്കോട്.